കാണാൻ കൊള്ളാവുന്ന സകല പെമ്പിള്ളേരുടെ കമന്റ് ബോക്സിലെയും വലിയേട്ടനും ഇൻബോക്സിലെ ജോസ് പ്രകാശുമാണ് പുള്ളി. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ ഫോർട്ട് കൊച്ചി, കേരള. ഹലോ, നമസ്കാരം. ഞാൻ ലിയ. നമുക്കെല്ലാവർക്കും കേൾക്കാൻ നല്ല താല്പര്യമുള്ളതും എന്നാൽ ആരും തുറന്നു പറയാത്തതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അവിഹിതം. അവിഹിതം എന്ന് കേട്ടപ്പോൾ തന്നെ ആ ചേട്ടൻ മൊബൈലൊക്കെ എടുത്ത് പോക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ച് പേടിക്കേണ്ട ചേട്ടൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പറയാൻ കണ്ടന്റ് ഇല്ലാതെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്നാൽ പിന്നെ അവിഹിതത്തെക്കുറിച്ച് പറയാൻ പോവാന്ന്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ ജീവിതം നശിപ്പിക്കല്ലേ മോളേന്നും പറഞ്ഞ് എൻ്റെ കാലി വീണ് കരഞ്ഞ അടുത്ത വീട്ടിലെ ചേച്ചിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങാം. സത്യം പറഞ്ഞാൽ ഈ ചേച്ചി ഒരു ജ്യോത്സ്യനാണോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ജ്യോത്സ്യന്മാരാണെങ്കിൽ നമ്മുടെ ജാതകം നോക്കിയിട്ട് നമ്മുടെ ഭാവി പറയും. പക്ഷേ ഈ പുള്ളിക്കാരി ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, പോയി വരുന്ന സമയം, ഇതൊക്കെ നോക്കിയിട്ട് ഭാവിയിൽ വഴി തെറ്റോ ഇല്ലയോ എന്നൊക്കെ പറയും. ഈ അവിഹിതം എന്നുള്ള വാക്ക് തന്നെ ശരിയല്ല. കാരണം ഹിതം അല്ലാത്തത്, ഇഷ്ടമല്ലാത്തത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ പരസ്പരം ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ അവിഹിതം ഒന്ന് മാറ്റി അവനവൻ്റെ ഹിതം എന്ന് വേണം ഇതിനെ വിളിക്കാൻ. സത്യം പറഞ്ഞാൽ ഈ അവിഹിതമുള്ളവരും ഷുഗർ ഉള്ളവരും ഏതാണ്ട് ഒരുപോലെയാണ്. രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകും. ഷുഗറുള്ളവർ മൂത്രവും കൊണ്ടാണ് പോകുന്നതെങ്കിൽ ഇതുള്ളവർ മൊബൈലും കൊണ്ടാണ് പോണത്. ഈ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലൊരു അമ്മാവനുണ്ട്. പുള്ളി ഒരു ഫേസ്ബുക്ക് അമ്മാവനാണ്. കാണാൻ കൊള്ളാവുന്ന സകല പെമ്പിള്ളേരുടെ കമന്റ് ബോക്സിലെയും വലിയേട്ടനും ഇൻബോക്സിലെ ജോസ് പ്രകാശുമാണ് പുള്ളി. സാധാരണ ആളുകളൊക്കെ ഫേസ്ബുക്കിൽ കയറുമ്പോൾ പടച്ചോനെ എന്നെ ഹണി ട്രാപ്പിലൊന്നും പെടുത്തല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഈ പുള്ളി ഇന്നൊരു 2 ഹണി ട്രാപ്പിലെങ്കിലും എന്നെ പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കയറണത്. അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വിശ്രമവേളകൾ ആനന്ദമാക്കാൻ ഓരോരോ ഹോബീസ് ഉണ്ടാവില്ലേ. ചിലർ പാട്ട് പാടും, ചിലർ ചിത്രം വരയ്ക്കും, ചിലർ കോയിൻസ് കളക്ട് ചെയ്യും, സ്റ്റാമ്പ് കളക്ട് ചെയ്യും. ഇവളതുപോലെ കളക്ട് ചെയ്യുന്നത് ലവേഴ്സിനെയാണ്. ഈ ഓൺലൈൻ വഴി, അതായത് ഫേസ്ബുക്ക് വഴി മെസ്സേജ് അയച്ച് റിക്വസ്റ്റ് വിട്ട് ലവേഴ്സിനെ കളക്ട് ചെയ്യുക. നിനക്ക് ഇന്നലെ മെസ്സേജ് അയച്ച് അശ്വതി അയച്ചു, ഇവള് തന്നെ, പേടിക്കണ്ട, ഇവള് തന്നെയാണ്. അങ്ങനെ ഇന്ത്യയിലുള്ള ഏകദേശം ആളുകളെയൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവൾ ഇൻ്റർനാഷണൽ പിടിക്കാൻ നോക്കി. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് പോൾസൺ ഹാരി എന്നുള്ളൊരു പേര് കേട്ടാൽ തന്നെ അറിയാം വിദേശിയാന്ന്. അങ്ങനെ റിക്വസ്റ്റൊക്കെ അയച്ച് ചാറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഇവൻ്റെ ചാറ്റിൻ്റെ രീതി മാറി ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇവൾക്ക് മനസ്സിലായി ഇത് പോൾസൺ ഹാരി അല്ല, പാലാരി വട്ടത്തുള്ള ഹരിയ. ഈ കണ്ടന്റ് എടുത്തോണ്ടോണോന്ന് അറിയില്ല. അതിനുശേഷം കണ്ണി കാണുന്നതിൽ എല്ലാത്തിലും ഒരു അവിഹിതമുണ്ട്. ഇപ്പോൾ കാലത്ത് ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഒരാവശ്യമില്ലാതെ തലേണോറയുടെ അടിയിൽ കയറി കിടക്കുന്ന ബെഡ്ഷീറ്റ്, അത് കഴിഞ്ഞ് പതുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പാവലുവള്ളിയുടെ ഇടയിൽ കൂടെ ഒരാവശ്യമില്ലാതെ പടർന്നു നിൽക്കുന്ന കോവലുവള്ളി. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ മൃഗങ്ങളുടെ പേരിലുണ്ട് ഈ സംഭവം. സിംഹവാലൻ കുരങ്ങ്, ഒട്ടകപ്പക്ഷി, പുള്ളി, പുലി. നമുക്ക് മൃഗങ്ങളെയൊക്കെ ഇട്ടിട്ട് മനുഷ്യന്മാരുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ നമ്മുടെ ഫോണിലെ എത്രയൊക്കെ നെറ്റ് ഉണ്ടെങ്കിലും ഫ്രീ വൈഫൈ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ തോന്നും. സ്വാഭാവികമാണല്ലേ. അതുപോലെ തന്നെയാണ് ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഈ തരം ബന്ധങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റൊമാൻസ് കുറയുന്നതുകൊണ്ടാണ്. ആദ്യ കാലങ്ങളിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ചക്കര, പഞ്ചാര, മുത്തേ എന്നൊക്കെ അയച്ചിരുന്നവിടെ ഇപ്പം അയക്കുന്നത് വരുമ്പോൾ ശർക്കര 1 കിലോ, പഞ്ചസാര 1.5 കിലോ, മുട്ട 2 എന്നൊക്കെയാണ്. അതുപോലെ തന്നെയാണ് കല്യാണം കഴിഞ്ഞ ആദ്യ സമയത്തൊക്കെ ഉള്ള ഇവരുടെ റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇറങ്ങുന്ന സിനിമ പോലെയാണ്. ആദ്യം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, പിന്നെ മോഷൻ പോസ്റ്റർ, പിന്നെ ട്രെയിലർ, പിന്നെ പ്രൊമോഷൻ, പിന്നെ സിനിമ റിലീസ്. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മാറും. പണ്ടിറങ്ങുന്ന സിനിമ പോലെയാണ്. സിനിമ ഇറങ്ങി ഹിറ്റായാലേ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് പോലും നമുക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിലും ഈ കല്യാണം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തോട് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ നമ്മൾ എത്രയൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളെ വീട്ടുകാർ നിർബന്ധിക്കാൻ തുടങ്ങും. അവരുടെ നിർബന്ധത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ടാണോന്നറിയില്ല. പിന്നെ പൗലോ കൗലോ പറഞ്ഞ പോലെ ഈ ലോകം മുഴുവൻ അവരുടെ കൂടെ അങ്ങ് നിൽക്കും. നമ്മളെ വരുന്നവരും പോകുന്നവരും എല്ലാം കല്യാണത്തിന് നിർബന്ധിക്കും. ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ എൻ്റെ അമ്മായി വന്ന് പറഞ്ഞിട്ടുണ്ട്, മോളെ നീ കല്യാണം കഴിക്കടി, എനിക്ക് പുതിയൊരു സാരി എടുക്കണമെന്ന്. ഇവരുടെ 1000 രൂപയുടെ സാരിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആയുഷ്കാലം മുഴുവൻ കളയണോ? അതുപോലെ തന്നെ എൻ്റെ മാമൻ പറഞ്ഞിട്ടുണ്ട്, എടി നീയൊക്കെ കല്യാണം കഴിക്കുന്നു, നിൻ്റെ കല്യാണത്തിന് വേണം ഞങ്ങൾക്കൊന്ന് കൂടാനെന്ന്. ഇവർക്ക് കൂടണമെങ്കിൽ വല്ല ബാറിൽ പോയി കൂടിയാൽ പോരെ, അതിന് ഞാൻ കല്യാണം കഴിക്കണോ? അങ്ങനെ എല്ലാവരുടെയും നിർബന്ധം കാരണം അവസാനം ഞാൻ കല്യാണം കഴിച്ചു.
കല്യാണം കഴിച്ചപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതവും ഗൂഗിൾ പേയിൽ നിന്ന് കിട്ടുന്ന സ്ക്രാച്ച് കാർഡും ഒരുപോലെയാണ്, പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ഈ ഗൂഗിൾ പേയിലാണെങ്കിൽ പിന്നെ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നുള്ളൊരു ഓപ്ഷനെങ്കിലും ഉണ്ട്. ഇവിടെ പിന്നെ അതുമില്ല. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റൊമാൻറ്റിക് ഒന്നുമല്ല. ഇപ്പോൾ ആളുകളുടെ മുന്നിൽ വെച്ച് കൈ പിടിക്കുക, തോളത്ത് കയറ്റി നടക്കുക, അങ്ങനെയൊന്നും പുള്ളി ചെയ്യില്ല. പക്ഷെ ഒറ്റയ്ക്കാണെങ്കിൽ നോക്കണ്ടടാ ഉണ്ണി, അപ്പോഴും ഇങ്ങനെ തന്നെ. അതായത് അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, 4 ആളുടെ മുന്നിൽ വെച്ച് ഭാര്യയെ സ്നേഹിക്കാനോ കയ്യിൽ പിടിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. പക്ഷേ നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കെ പുള്ളിക്കാരി എടുത്തിട്ട് തല്ലാനും 4 ലക്ഷം പേര് കാണുന്ന കവിതയല്ല ജീവിതത്തിൽ പോയി നിന്നിട്ട് അവരുടെ കുറ്റം പറയാനൊന്നും യാതൊരു മടിയുമില്ല. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈ കല്യാണം കഴിക്കുന്നതും ബിടെക്കിന് അഡ്മിഷൻ എടുക്കുന്നതൊക്കെ ഒരുപോലെയാണ്. രണ്ടും കിട്ടുന്നത് വരെ ഭയങ്കര ഇൻട്രസ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റും ആയിരിക്കും. കാരണം കുറച്ച് നാൾ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് രണ്ടിൻ്റെ സിലബസ് ഭയങ്കര ടഫാണെന്ന്. പക്ഷേ സിലബസ് ടഫാണെന്ന് കരുതി ട്യൂഷൻ എങ്ങാനും പോയേക്കരുത്, TC തന്ന് പറഞ്ഞു വിടും. ഇത്രയും നേരം എൻ്റെ ഈ കണ്ടൻറ്റ് കേട്ട് ഞാനിപ്പോൾ എൻ്റെ അവിഹിതം പറയുന്നു ആലോചിച്ചിരുന്ന നിങ്ങളോടൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്. നിങ്ങളെപ്പോലെ എനിക്കും അവിഹിതമൊന്നുമില്ല. താങ്ക് യു. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ, ഫോർട്ട് കൊച്ചി, കേരള. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.